ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം അതിന് 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ മകനോ മകൾക്കോ ഏറ്റവും ആവശ്യമായ ഒന്നെന്താണ്? കർത്താവിനെ നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുക, അവിടുത്തെ സാന്നിധ്യം നിരന്തരമായിട്ട് തേടിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്ന ശക്തിയും കരുത്തും ബലവും അവർണ്ണനീയമാണ്. മത്തായി സുവിശേഷത്തിന്റെ 7-ാം അധ്യായം 7-ാം വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ്, ദൈവത്തെ ആശ്രയിക്കുമ്പോഴാണ് അവിടുത്തെ നമ്മൾ കണ്ടെത്തുക, അവിടുത്തെ ശക്തി നമ്മളിലേക്ക് ഒഴുകുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി എല്ലാ ദൈവമക്കളിലും നിറയാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തെ നമ്മൾ അന്വേഷിച്ച് അത് രുചിച്ചറിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുക, അത് എൻ്റെ നാവിൽ തേൻ പോലെ മധുരിക്കുന്നതായിരുന്നു. എപ്പോഴാണ് തേൻ പോലെ മധുരിക്കുന്നതാകുന്നത്? ആ ദൈവവചനത്തെ ഞാനൊരു ആവേശത്തോടെ സ്വീകരിക്കുമ്പോഴാണ്, ആ ദൈവവചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴാണ്. ഈ നിമിഷങ്ങളിൽ ദൈവവചനം ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒരു മധുരമായ അനുഭവമായിട്ട് മാറണം. ദൈവവചനം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു ദൈവിക സാന്ത്വനവും സ്പർശനവും നൽകുന്ന അനുഭവമായിട്ട് മാറണം. അത് സൗഖ്യമായും വിടുതലായും ശക്തിയായും രക്ഷയായും അഭിഷേകമായും എല്ലാം നമുക്ക് മാറുന്ന സമയമാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യവും ശക്തിയും നിറയ്ക്കാനായിട്ട് നമുക്ക് തീക്ഷ്ണതയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം സകലതിനെ ആശീർവദിക്കും, ദൈവം സകലത്തിലും ഒരു അനുഗ്രഹം ചൊരിയും. ഈ ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ എല്ലാവരും പൂരിതരാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകളൊന്ന് അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതാ പൂർണ്ണമായും എൻ്റെ ജീവിതത്തെ എൻ്റെ ആയിരിക്കുന്ന ബലഹീനതകളോടും കുറവുകളോടും കൂടെ, എൻ്റെ ശക്തിയോടും കഴിവുകളോടും കൂടെ നിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ ആശ്രയിക്കുവാൻ, അങ്ങയുടെ കരുണയിൽ അഭയം ഗമിക്കുവാൻ കർത്താവേ, അതുവഴി എൻ്റെ ജീവിതം കൂടുതൽ രക്ഷയും ശക്തിയും സൗഖ്യവും അഭിഷേകവും ഉള്ളതായി മാറ്റുവാൻ എന്നെ അവിടുന്ന് അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓ ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ എന്നിലേക്ക് വ്യാപരിക്കണമേ. ത്രിത്വൈക ദൈവത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ എന്നിൽ നിറയണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ ഉയർത്തിപ്പിടിക്കുകയാണ്. നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നിറയാൻ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. ഹൃദയങ്ങൾ തുറക്കപ്പെടും, അധരം തുറക്കപ്പെടും, മനസ്സ് തുറക്കപ്പെടും, നമ്മുടെ ബുദ്ധി ചിന്തകൾ തുറക്കപ്പെടും. ദൈവിക സാന്നിധ്യത്തിൻ്റെ ശക്തി അവയിലേക്ക് എല്ലാം നിറയും. അധരം തുറന്ന് ഹൃദയം തുറന്ന് കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനായ സത്യദൈവമേ, ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്നവനെ, നിന്റെ നാമത്തിൽ ആശ്രയിച്ച് നിന്റെ ശക്തിയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുവാൻ, നിന്നുള്ള ആശ്രയം വഴി അഭിഷേകം പ്രാപിക്കുവാൻ, നിന്റെ ശക്തിയാൽ പൂരിതമാകുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ ശക്തി കൊണ്ട് ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. അവിടുത്തെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ പൂരിതരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി സാന്നിധ്യം കൊണ്ട് ഓരോ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, അങ്ങയോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവനെ, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവം എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ആത്മശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും പൂരിതരാകട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ഒരു കൂട്ടായ്മയിൽ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം.
പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കൈകൾ താഴ്ത്തി വശങ്ങളിലേക്കൊക്കെ ഒന്ന് കൈകൾ കൊട്ടി നല്ല സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഹൃദയ ആനന്ദത്തോടെ എല്ലാ ദൈവമക്കളും ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കഷ്ടതകൾ നീങ്ങും, അസ്വസ്ഥതകൾ നീങ്ങും, രോഗപീഠകൾ നീങ്ങും. ആരാധിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആമേൻ, ആമേൻ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ദൈവമക്കൾക്ക് അടുത്ത തീക്ഷ്ണതയോടെ സ്വാതന്ത്ര്യത്തോടെ അവകാശത്തോടെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, അഭിഷേകം ചെയ്യണം. കൃപാവരം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ചൈതന്യം നിറയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി ഉത്തരമുണ്ട്, കരങ്ങൾ കൂപ്പി ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. യാചിച്ചാൽ മറുപടിയുണ്ട്, കർത്താവേ, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചോദിച്ചാൽ ആശ്രയിച്ച് ലഭിച്ചിടും, അതു നിശ്ചയം. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ച് ദൈവവചനത്തോട് ദൈവിക തീരുമാനത്തോട് ആമേൻ പറഞ്ഞ അമ്മേ മാതാവേ, വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ ശക്തിയോടെ പറയാവോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മതവിശ്വാസത്തിന് പിന്നിലും ആത്മീയതയ്ക്ക് പിന്നിലും ദൈവാന്വേഷണത്തിന്റെ ഒരു ചരിത്രമുണ്ടെന്ന് നമുക്കറിയില്ലേ. മതങ്ങൾ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യബുദ്ധിക്ക് അതീതമായ എന്തോ ഒന്നുണ്ട്. മനുഷ്യനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ശാസ്ത്രീയമായിട്ട് കണ്ടെത്താനും പറ്റുന്നില്ല. ആ സ്ഥിതിയിലാണ് മനുഷ്യൻ ഇതിലപ്പുറത്തേക്ക് എന്തോ അഭൗമികമായ ഒരു ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നതും അങ്ങനെയാണ് ദൈവാന്വേഷണം ആരംഭിക്കുന്നതും. അതുകൊണ്ടാണ് ആബേലച്ചനൊക്കെ ആ ചൈതന്യത്തെ ചിന്തിച്ചുകൊണ്ട്
കുറിച്ച വരികളൊക്കെ പിന്നീട് ഗാനമായിട്ട് മാറിയിട്ടുള്ളത്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഇങ്ങനെ ഈശ്വരനെ തേടി നടന്ന ദൈവ അന്വേഷയെക്കുറിച്ചൊക്കെ പണ്ടേ കവികളും കലാകാരന്മാരും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നിയമാവർത്തന പുസ്തകത്തിന്റെ 4-29 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടുത്തെ കണ്ടെത്തും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ കണ്ടെത്താനായിട്ട് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഈ യഹൂദ ചിന്താഗതികളിലൊക്കെ. അതുകൊണ്ടാണ് അവര് ദൈവത്തിൽ നിന്ന് നീ വന്നെങ്കിൽ ഞങ്ങളെ അടയാളം കാണിക്കെന്ന് പറയുന്നില്ലേ. ഈ ഗ്രീക്ക് ചിന്താഗതികളിൽ പുതിയ പുതിയ തത്വചിന്തകളെ അന്വേഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിൽ ഗ്രീക്കുകാർ യേശുവിനെ തേടുന്ന ഒരു സംഭവം നമ്മൾ കണ്ടെത്തുക. എന്താണ് അതിന് പിന്നിലുള്ള അടിസ്ഥാനം? ഒരു പുതിയ തത്വചിന്തകൻ എവിടുന്നോ ഉദയം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ഗ്രീക്കുകാർ ഈ പുതിയ തത്വചിന്ത എന്താണെന്ന് അന്വേഷിച്ചു വരിക. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 1:22 പറയുക, യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. നോക്കിക്കേ, അതായത് യഹൂദർ അന്ന് നിയമജ്ഞരും ഫരിസേയരും ഒക്കെ ആവശ്യപ്പെട്ടത് എന്താണ്? യേശുക്രിസ്തുവിനോട് നീ ഒരു അടയാളം കാണിക്കുക. ഗ്രീക്കുകാർ തേടി വരുന്നത് എന്താണ്? ഒരു പുതിയ തത്വചിന്ത എവിടെയോ ഉദയം ചെയ്തിരിക്കുക. ഇങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പതിവ് പഴയ നിയമ കാലഘട്ടം മുതലേ, ചരിത്രാതീത കാലഘട്ടം മുതലേ നിലനിന്നിരുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനഭാഗം യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 35 മുതൽ 38 ആദ്യ ഭാഗം വരെയാണ്. സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യരോട് കൂടെ നിൽക്കുമ്പോൾ യേശു കടന്നു വരുന്ന നിമിഷങ്ങളിൽ പറയുക, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് കേട്ട് 2 ശിഷ്യന്മാര് യേശുവിനെ അനുഗമിക്കുക. അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് യേശു അവരോട് ചോദിക്കുന്ന ചോദ്യം അശ്രദ്ധേയം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലേതുപോലെ തന്നെ എന്നും പ്രസിദ്ധമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇന്നിങ്ങനെ നിൽക്കുകയാണ്. എന്താണത്? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ആത്മീയ ജീവിതത്തിന്റെ ഒരു തലത്തെ മാത്രമായിട്ട് ഇതിനെ ലിമിറ്റ് ചെയ്യേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുക. മറിച്ച് ജീവിതത്തിന്റെ ഭൗതിക തലത്തിലും ഈ ചോദ്യത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? യെശയ്യാ പ്രവചനത്തിന്റെ 55-ാം അധ്യായം 6-ാം വചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അഭിഷേകം പ്രാപിക്കാനായിട്ട് സാധിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിനെ വിളിക്കണം. പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങൾ, ആരാധനയുടെ നിമിഷങ്ങൾ, ദൈവിക ശുശ്രൂഷയുടെ നിമിഷങ്ങൾ, വചന ശ്രവണത്തിന്റെ സമയങ്ങൾ, ഇവയൊക്കെ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന സമയമാണ്. അപ്പോൾ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് പ്രകടമാകും. വിശ്വാസത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ബോധ്യത്തോടെ ഒന്നുകൂടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ലൂക്കാസ് സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തില് ജ്ഞാനികള് നക്ഷത്രം കണ്ട് അന്വേഷിക്കുന്നുണ്ട് കർത്താവിനെ. അവരിങ്ങനെ വന്ന് ഹെരോദോസിന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് ജ്ഞാനികളെ വിളിച്ചു വരുത്തി പ്രവചനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് ദൈവത്തെ അന്വേഷിച്ചു പോകുന്നുണ്ട്. അവൻ പിറന്നത് എവിടാന്ന്? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ആരാധിക്കേണ്ടതിനാണ്. പിന്നീട് ഹെരോദോസും അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിന്റെ ലക്ഷ്യം വേറെ. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് പ്രാധാന്യമുള്ളത്. എന്താ അന്വേഷിക്കുന്നത്? എന്തിനാണ് അന്വേഷിക്കുന്നത്? ഈശോ ചോദിക്കുന്ന ചോദ്യം വളരെ ഗൗരവതരമാണ്. ഓരോ വൈദികരോടും സന്യസ്തരോടും അവർ കർത്താവിനെ അനുഗമിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ഒരു ധ്യാനത്തിന് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ഈ ഒരു ദൈവാന്വേഷണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഞാൻ ഓർക്കാണ്, ഈ നാളുകളിൽ എന്നെ കാണാൻ വന്ന ഒരു കുടുംബം, അവർ ബിസിനസ് മേഖലകളിൽ അടിക്കടി ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. ഇന്ന് അടിക്കടി അധപ്പതിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവർ ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്, അച്ഛാ, ഞങ്ങളിങ്ങനെ സമൃദ്ധിയിൽ അങ്ങ് മുമ്പോട്ട് പോയായിരുന്നെങ്കിൽ
സത്യത്തിൽ ഇതുപോലെ ദൈവത്തെ അന്വേഷിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിച്ച്, ഞങ്ങളുടെ ബിസിനസ് ഒന്നിനൊന്നിന് വളർച്ച പ്രാപിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നേറിയിരുന്നെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ ദൈവത്തെ ഇതുപോലെ അന്വേഷിക്കുകയില്ലായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇതുപോലെ ഒരു മാറ്റം വരികയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പരിവർത്തനം വരികയായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾ തിരിച്ചറിയുന്നൊന്നുണ്ട്, ഞങ്ങളുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുക, മറിച്ച് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയേണ്ടതെന്ന് എന്ന് മറന്നു പോകരുത്. മറ്റൊരു കുടുംബം അവരുടെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത്. ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് നാളുകൾ മുമ്പോട്ട് പോകുമ്പോൾ അവർ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്, ഈ കുഞ്ഞിൻ്റെ കഴുത്ത് നേരെ നിൽക്കുന്നില്ല. അതിന് കാരണം അതിൻ്റെ അസ്ഥികൾക്ക് ബലമില്ല. മെഡിക്കൽ സയൻസ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. കൊച്ചു കുഞ്ഞായതുകൊണ്ട് വേറെ മെഡിസിൻ എടുക്കാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഫിസിയോതെറാപ്പി എന്തെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ കുഞ്ഞിന് ആയുർവേദ വിധിപ്രകാരം മറ്റെന്തെങ്കിലും ചികിത്സകൾ ചെയ്യാം. ഇതൊക്കെയാണ് വഴികളുള്ളത്. അവർ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ ഈ ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ ഇങ്ങനെ നിസ്സഹായരായി നിൽക്കുക. അവർ കുഴപ്പമില്ലാതെ ആദ്യത്തെ കൊച്ചുണ്ടായി, രണ്ടാമത്തെ കൊച്ചുണ്ടായി, ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അത്രമാത്രം തീക്ഷ്ണതയൊന്നും ഇല്ലായിരുന്നു പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങൾക്കറിയാം മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകുമ്പോഴാണ് സൗഖ്യമായിട്ട്, അഭിഷേകമായിട്ട്, ശക്തിയായിട്ട് മാറുന്നതെന്ന് തിരിച്ചറിവ് ഇപ്പൊ അവരുടെ ജീവിതങ്ങൾക്കുണ്ടെന്ന്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ വിശ്വാസം, ദൈവാശ്രയത്വം, ദൈവ അന്വേഷണം ഒരു മനുഷ്യ വ്യക്തിയിൽ രൂപപ്പെട്ടു വരികയാണ്. എന്തുകൊണ്ട്? ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായത് കൊണ്ട്. ഇതൊക്കെ കർത്താവിൻ്റെ ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? എന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഒരു ധ്യാനത്തിന് വരുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? അന്വേഷിക്കുന്നത് എന്താണെന്ന് പ്രധാനപ്പെട്ടതാ. ചിലർ അന്വേഷിക്കുന്നത് എന്താ? സൗഖ്യം വേണം എനിക്ക്. മറ്റു ചിലർക്ക് വേണ്ടത് പരീക്ഷകളിൽ വിജയമാണ്. വേറെ ചിലർക്ക് വിദേശത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളത്. മറ്റു ചിലർക്ക് ബിസിനസ് മേഖലകളിൽ ഉയർച്ച ആവശ്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ദൈവാന്വേഷണമല്ല, മറിച്ച് എന്താ അന്വേഷിക്കുന്നത് ഈ ഭൗതികമായ ചില അനുഗ്രഹങ്ങളാണ്, മഹത്വമുള്ള കാര്യങ്ങൾ, ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങൾ. കർത്താവ് ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഗത്സമനയിലെ രാത്രിയിൽ തന്നെ ബന്ധിക്കാൻ വരുന്നവരുടെ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? പരിശുദ്ധ അമ്മയും യോസേപ്പും 12-ാം വയസ്സിൽ ഈശോയെ കാണാതെ അന്വേഷിച്ചിട്ട് കണ്ടെത്തുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ അന്വേഷണത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് കർത്താവ് ഇങ്ങനെ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് ആത്മശോധന ചെയ്ത് ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. എന്തിനാണ് ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നത്? ഞാൻ എന്താണ് കർത്താവിൽ നിന്ന് അന്വേഷിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ദൈവം ചില സൗഖ്യം തരണമെന്ന്, എൻ്റെ ജീവിതത്തിൽ കർത്താവ് എല്ലാത്തിനും വിജയം തരണമെന്ന്, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി പോലും ഉണ്ടാകരുതെന്ന്, എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം പോലും ഉണ്ടാകരുതെന്ന്, ഇങ്ങനെ ചില ഭൗതികമായ ലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എൻ്റെ ജീവിതം മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ആത്മീയതയുടെ വഴിയിലല്ല നമ്മളൊക്കെ ചരിക്കുന്നത് എന്നുള്ളവർ തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു സമയമായത്. മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് നീ ദൈവത്തെ തേടേണ്ടത്? മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ജീവിതത്തിൽ ദൈവത്തിൻ്റെ രാജ്യം വരാൻ വേണ്ടിയിട്ട്, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടക്കാൻ വേണ്ടിയിട്ട്, നീ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്, ദൈവവുമായിട്ട് ഒരു സമജ്ഞമായ ഐക്യം എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടാൻ വേണ്ടിയിട്ട്, ഞാൻ ദൈവത്തിൽ വസിച്ച് ദൈവം എന്നിൽ വസിക്കുന്ന ഒരു ആത്യന്തികമായ ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് ഞാൻ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിസ്തു അന്വേഷണം നടത്തുമ്പോൾ അതാണ് ജീവിതത്തിൽ യഥാർത്ഥ ആത്മീയതയുടെ അന്തസത്ത എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ചോദ്യം ആത്മീയ തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഒന്നല്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ. എന്താണ് അതിന് കാരണം? ഈ ചോദ്യം ഭൗതികമായ എല്ലാ മേഖലകളോടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നീ ജീവിതത്തിൽ എന്തന്വേഷിക്കുന്നു? എവിടെ?
നീ ഒരു ലൈബ്രറിയിൽ പോകുമ്പോൾ എന്തന്വേഷിക്കുന്നു? ഏത് തരം പുസ്തകങ്ങൾ നീ അന്വേഷിക്കുന്നു? നീ ഒരു മൊബൈൽ ഫോണിൽ എന്തന്വേഷിക്കുന്നെന്ന്? നീ ഒരു ഇന്റർനെറ്റിൽ എന്തന്വേഷിക്കുന്നെന്ന്? നീ നിന്റെ ജീവിതത്തിൽ ഒരു ഭക്ഷണമേശയിൽ എന്തന്വേഷിക്കുന്നെന്ന്? ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു ചോദ്യം ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാന്ന്. കാരണം നീ എന്ത് സെലക്ട് ചെയ്യുന്നു, നീ എന്ത് അന്വേഷിക്കുന്നു, ഇത് ജീവിതത്തെ ആകമാനം ബാധിക്കുന്ന ഒന്നാണില്ലേ? ചിന്തിച്ചു നോക്കിയേ. ഒരു മൊബൈൽ ഫോണിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാ. അതിനെ നല്ലതോ വഷളോ ആക്കി തീർക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ മനോഭാവമാണ്. എന്ത് അന്വേഷിക്കുന്നു? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് അനിവാര്യമായ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അന്വേഷിക്കുന്നതും ഗെയിമുകൾ നൽകുന്ന സന്തോഷത്തിനോ ശരീര സുഖത്തിന്റെ അശുദ്ധിക്കോ വേണ്ടിയിട്ട് അത് അന്വേഷിക്കുമ്പോൾ അത് പാപകരമായ ജീവിതത്തിലേക്ക് അധപ്പതിപ്പിക്കുന്ന അവസ്ഥയായിട്ട് അത് മാറുക നിന്റെ ജീവിതത്തിന്റെ അന്വേഷണത്തിന്റെ വ്യതിരക്തത കൊണ്ട്. നീ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ ജീവിതത്തെ നന്മയായിട്ടും തിന്മയായിട്ടും മാറ്റിമറിക്കാവുന്ന ഒന്നും വേണ്ട. ഒരു ഭക്ഷണമേശയിൽ തിരഞ്ഞെടുക്കുന്ന ഒരൈറ്റം എൻ്റെ ജീവിതത്തെ രോഗാതുരമാക്കാം, എൻ്റെ ജീവിതത്തിൽ ആരോഗ്യം പ്രദാനം ചെയ്യാം. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നീ എന്തന്വേഷിക്കുന്നു? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങൾക്കെഴുതിയതായ അപ്പസ്തോലിക ആഹ്വാനം ക്രിസ്തുസ് വിവിത്, ക്രിസ്തു ജീവിക്കുന്നു, അതിൻ്റെ 132 പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. ഞാനത് വായിക്കുകയാണത്. നിങ്ങൾ വികാരം തേടുകയാണോ? ആ മനോഹരമായ കവിത പറയുന്നത് പോലെ സ്നേഹത്തിൽ വീഴുക. എന്തെന്നാൽ ദൈവത്തെ കണ്ടെത്തുന്നതിനേക്കാൾ തികച്ചും നിരുപാധികവും അന്തിമവുമായ ഒരു മാർഗത്തിലൂടെ സ്നേഹത്തിൽ വീഴുന്നതിനേക്കാൾ കൂടുതൽ പ്രായോഗികമായി ഒന്നുമില്ല. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നുവോ, നിങ്ങളുടെ ഭാവനയെ എന്ത് കൈവശപ്പെടുത്തുന്നുവോ അത് സകലതിനെയും ബാധിക്കും. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ സായാഹ്നങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ വാരാന്ത്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെലവഴിക്കും? നിങ്ങൾ എന്തു വായിക്കും? നിങ്ങൾക്ക് ആരെ അറിയാം? നിങ്ങളുടെ ഹൃദയത്തെ ഭേദിക്കുന്നത് എന്താണ്? ആനന്ദവും കൃതജ്ഞതയും കൊണ്ട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നത് എന്താണ്? ഇവയെല്ലാം അത് തീരുമാനിക്കും. സ്നേഹത്തോടെ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതായത് നിന്റെ ജീവിതത്തിൽ നീ ഏതെല്ലാം കാര്യത്തിൽ വ്യാപൃതനാകുന്നോ, ഏതെല്ലാം വ്യക്തികളോട് ഇടപെടുന്നോ, ഏതെല്ലാം സാഹചര്യത്തിൽ നീ ജീവിക്കേണ്ടി വരുന്നോ, അവിടെ നീ എന്ത് അന്വേഷിക്കുന്നു? നിനക്ക് ഏതിനോടൊരു പ്രത്യേക അഭിവാഞ്ചയുണ്ട്? ഏത് വികാരത്താൽ നിന്റെ ജീവിതം നയിക്കപ്പെടുന്നു? ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ആത്യന്തികമായിട്ട് നയിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാനായിട്ട് പറ്റുന്ന ഒരു ചോദ്യം തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? ആത്യന്തികമായിട്ട് നിങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കുന്നത് ഒരു സൗഖ്യമാണോ? നിങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഒരു അഭിഷേകമാണോ? നിങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഒരു കൃപാവരത്തിന്റെ നിറവാണോ? നിങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഒരു അത്ഭുതകരമായ വിടുതലാണോ? നിങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത് ഒരു ഭൗതികമായ നേട്ടമാണോ? ചോദ്യം നമ്മുടെ ജീവിതത്തെ ദൈവിക ആത്മാവിൻ്റെ പ്രകാശത്തിൽ അവലോകനം ചെയ്തു വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സത്യത്തെ നമ്മുടെ ഉള്ളിൽ പ്രകാശിതമായിട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ ശക്തമായൊരു തീരുമാനമെടുക്കാനായിട്ട് ഇത് നമ്മളെ പര്യാപ്തമാക്കണം. എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ കണ്ടെത്താനായിട്ട് പോകുന്നത്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെട്ട് മാത്രം വേണം ഞാൻ മുന്നേറാൻ. ഈ നല്ല തീരുമാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് എടുക്കാം. അതിനുള്ള വലിയ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനായിട്ട് ഈ നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. വലിയ ദൈവാനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. നാഥ നീ വരണേ, യേശുവേ നാഥ നീ വരണേ, യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ നിന്നെ തേടുന്നു നാഥ നീ വരണേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, നാഥ നാഥ നീ വരണേ. ഓരോ ജീവിതങ്ങളിലേക്കും
മക്കളിലേക്കും കർത്താവ് വരട്ടെ. യേശുവേ നാഥ നീ വരണേ. ഓ യേശുവേ, യോഗ്യരല്ലെങ്കിലും ഞങ്ങൾ കുറവുകളുള്ളവരാണ്, തേടും പാപികളാണ് ഞങ്ങൾ. എന്റെ ഉള്ളിൽ നീ വരണേ. ഓരോ ജീവിതങ്ങളിലും കർത്താവ് നിറയുന്ന ദൈവിക ശക്തി അനുഭവവേദ്യമാകുന്ന സമയമാണിത്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു വലിയ ദൈവിക കൃപ ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് നന്മയെ തിന്മയെ വിവേചിച്ചറിയാൻ, ശുദ്ധവും അശുദ്ധവും മനസ്സിലാക്കാൻ നമുക്ക് കൃപ കിട്ടുക. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവിക ജ്ഞാനമായി നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കുന്ന സമയമാണിത്. ഓരോ കുടുംബത്തിലും ഏതെങ്കിലും തരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജഡവ്യാമോഹങ്ങളിലോ അശുദ്ധിയിലോ ലോകമോഹങ്ങളിലോ ലഹരി അടിമത്തങ്ങളിലോ നിരീശ്വര ചിന്തകളിലോ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ, അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ഒരു ദൈവിക ചൈതന്യം നിറയാൻ, ഒരു ദൈവിക പ്രകാശം നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. വിടുതലുകൾ സംഭവിക്കുന്ന ഒരു സമയമാണിത്. എല്ലാ ദൈവമക്കളും കരങ്ങളുയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ യേശുക്രിസ്തുവേ, നിന്റെ പരിശുദ്ധമായ ദിവ്യകാരുണ്യ ശക്തിയാൽ ഇപ്പോൾ ഇവരെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണം. നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ, അങ്ങേ അന്വേഷിക്കുവാൻ, അങ്ങയെ കണ്ടെത്തുവാൻ, കർത്താവെ രക്ഷകനും നാഥനുമായി അങ്ങ് സ്വീകരിക്കുവാൻ അനേക മക്കളിലേക്ക് അത്ഭുതകരമായ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ദൈവിക സാന്നിധ്യത്തിന് അത്ഭുത ശക്തി കരുണയോടെ വർഷിക്കപ്പെടട്ടെ. ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയട്ടെ, അസ്വസ്ഥകൾ വിട്ടുമാറും, രോഗപീഠകൾ വിട്ടുമാറും, ദൈവിക സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെട്ട് കിട്ടട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 പരിശുദ്ധ കരങ്ങൾ കൂപ്പി പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.